ഹലോ ഗായ്സ്, രാവിലെ തന്നെ ഒരു കപ്പ് ഗ്രീൻ ടീയിൽ തുടങ്ങാം. നോക്കണ്ടടാ ഉണ്ണി, പ്രഹസനം തന്നെ. ഇന്ന് നമുക്ക് അമൃതം പൊടി വെച്ചൊരു കിണ്ണത്തപ്പം ഉണ്ടാക്കിയാലോ? അതിനായിട്ട് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കണം. എന്തിനോ വേണ്ടി തിളയ്ക്കുന്നല്ലേ. അടുത്തതായി മിക്സി ജാർ എടുത്ത് നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള ഒരു കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കുക. അതേ കപ്പിൽ ഒരു കപ്പ് തേങ്ങ ചിരക്കിയതും 2 ഏലക്കായും ഇട്ട് കൊടുത്ത് നാച്ചുറൽ ഈസ്റ്റ് ആയിട്ടുള്ള തേങ്ങാ വെള്ളത്തിൽ പഞ്ചസാര ഇട്ടതും ഒഴിച്ചു കൊടുക്കുക. കുഞ്ഞിന് കൊടുക്കേണ്ടതല്ലേ. അതിലേക്ക് ശർക്കര പാനിയും അരിച്ച് ചേർക്കുക. മിക്സിയിലിട്ട് 2 കറക്ക്. മാവ് റെഡി. ഇനി ഒരു വട്ടപാത്രം എടുത്ത് അതിൽ കുറച്ച് നെയ്യ് തടവിയെടുക്കുക. ഓയിൽ ബ്രഷൊന്നും കണ്ടില്ല, വീട്ടിലൊരു തുരപ്പനുണ്ടേ. ശേഷം നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കട്ടിയിലാണുള്ളത്. അടുത്തതായിട്ട് തലങ്ങും വിലങ്ങും അടിച്ചേക്കുക. പിന്നെ ഇഡ്ഡലി ചെമ്പിലോ സ്റ്റീമറിലോ വെച്ച് ആവി കയറ്റി എടുക്കാം. ഇവിടുത്തെ ഇഡ്ഡലി ചെമ്പ് മാവിൻ ചോട്ടിലുണ്ട്. റിതൂട്ടൻ്റെ പണിയായുധങ്ങൾ അതൊക്കെ. അടച്ചു വെച്ച് കൊടുക്കാം. പതുക്കെ ഇരുന്ന് വേവട്ടെ. വിശ്രമവേളകൾ ആനന്ദകരമാക്കാമെന്ന് കരുതി ഹാളിൽ ചെന്നപ്പോൾ ആവണിയും റിതൂട്ടനും കൂടി കസേരപ്പയറ്റ് നടക്കുകയാണ്. അടുത്തതിനി എന്ത് എന്നാർക്കും പ്രവചിക്കാൻ കഴിയില്ല. കണ്ണും കാതും ഋതുവിൽ തന്നെയായിരിക്കണം. ഓ, ഇതിനായിരുന്നു ഈ കണ്ട പാടൊക്കെ പെട്ടത്. അപ്പോഴേക്കും കിണ്ണത്തപ്പം വെന്തെന്ന് തോന്നുന്നു. ഇതുവരെ എല്ലാം ശരിയായിരുന്നു. പിന്നീട് നടന്നത് ചരിത്രം. എത്ര ശ്രമിച്ചിട്ടും പാത്രത്തെ പിരിഞ്ഞ് അപ്പം പ്ലേറ്റ് വീഴുന്നില്ല. അടിയോടടി. എന്നിട്ടുണ്ടോ പ്രയോജനം? അവസാന ശ്രമങ്ങൾ ഉപേക്ഷിച്ച് കട്ടൻ പീസ് ആക്കാമെന്ന് തീരുമാനിച്ചു. അല്ലേലും ഞാൻ ആരായിട്ടാ? ടെസ്റ്റർമാർ നിരന്നു. ചൂടാണെന്ന് നോക്കാതെ റിതൂട്ടൻ കൈയിടാൻ വന്നു. അങ്ങനെ വീണ്ടും ട്വിസ്റ്റ് സംഭവിച്ചു. പാത്രത്തിൽ നിന്ന് പീസായി വരണില്ല. ശരിക്കും ആധികാരികമായി പറയുകയാണെങ്കിൽ ഫുൾ ഫ്ലോപ്പ്. പായസമാണെന്ന്. അല്ലേലും പിള്ള വയൽ കള്ളമില്ലല്ലോ. അതിനിടയ്ക്ക് എന്നെ സമാധാനിപ്പിക്കാൻ ആവണിയുടെ കലക്കൻ അഭിനയം. കൊള്ളാം, വണ്ടർഫുൾന്ന്. എന്താ അല്ലേ? അപ്പോൾ പിന്നെ ഞങ്ങളിത് തോണ്ടി തിന്നട്ടെ. അടുത്ത വീഡിയോയുമായി നാളെ കാണാം. ടാറ്റാ.